അതതം ജനനിം മൃദുസ്മിതാസ്യോ കഥയസ്തത്വമശേഷമച്യുതസ്ത്വം വിദിതാത്മഗതി പരാത്മവിദ്യാം പ്രദേഷ്യൻ ജഗദീശ ദേഹി ഭക്തിം. ഒരിക്കലും നാശമില്ലാത്തവനും ആത്മാവിൻ്റെ ഗതിയെ നന്നായി അറിയുന്നവനുമായ നിതിർവഴി പിന്നീട് മന്ദഹാസ സുന്ദരമായ മുഖാരബിന്ദത്തോടെ മാതാവിന് ആത്മതത്വം മുഴുവനും ഉപദേശിച്ചു. ആത്മവിദ്യ ലോകത്തിൽ പ്രകാശിപ്പിക്കുന്നതിനാണ് അങ്ങനെ ചെയ്തത്. അപ്രകാരമുള്ള ജഗദീശനായ ഭഗവാനെ അവിടുന്ന് അടിയന് ഭക്തി നൽകണമേ. ദേവഹൂതിയെ നിമിത്തമാക്കി ആത്മയോഗഗുഹ്യം അഥവാ ഭക്തി ജ്ഞാനധന്യമായ സാഖ്യദർശനം ഉപദേശിച്ച് ഭഗവാൻ ലോകത്തെ അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഒടുവിലത്തെ ശ്ലോകത്തിൽ കവി ഉത്തമ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.